അപ്പോൾ ഇന്നത്തെ കറക്കം വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട്. സമയം ഇപ്പോൾ 1 മണി 1:30 ആയി കാണും. നല്ല വെയിലാണ്, പൊരി വെയിലാണ്. ഈ ഉച്ച സമയത്ത് കറങ്ങാൻ ഇറങ്ങിയത് വട്ടുണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങളിപ്പോഴാണ് തീരുമാനിച്ചേ, അത്ര തന്നെ. ഞങ്ങളിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി, നമുക്ക് ടൗണിൽ പോയാലോ, പോവാലോ, അങ്ങനെ. അപ്പോൾ ഉച്ചയായതുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ബിരിയാണി കഴിച്ചങ്ങോട്ട് തുടങ്ങാം. ഞാൻ കോഴിക്കോട്ടാണെങ്കിലും ഇതുവരെ കുറ്റിച്ചിറ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട്, പക്ഷെ കുറ്റിച്ചിറ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അവിടെ നിന്നാക്കാം ഫുഡ് എന്ന് വിചാരിച്ചു. കോഴിക്കോട് തന്നെ KBC പല സ്ഥലത്തുണ്ട്, കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. അതിൽ നമ്മളിപ്പോൾ പോകുന്നത് പ്ലാനറ്റോറിയത്തിൻ്റെ അടുത്തുള്ള KBCയിലാണ്. ഇപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നോമ്പിൻ്റെ സമയമാണെങ്കിലും മിക്കവാറും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നോമ്പൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് നിങ്ങളെ മുന്നിൽ എത്തുന്നുണ്ടാവുക. ഞങ്ങൾ KBCയിൽ എത്തിയപ്പോൾ വലിയ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നോമ്പായതുകൊണ്ടാണെന്ന്. കാരണം നമ്മൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, ഉച്ച സമയമൊന്നും നിന്ന് തിരിയാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാരായിരിക്കും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, ഇത് ക്രൗഡൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ബീഫ് ബിരിയാണിയും അർജു ചിക്കൻ ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത്. അർജുന് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, അത് അലർജിയാണ്. സോ അവൻ ചിക്കൻ ബിരിയാണിയുടെ റൈസ് മാത്രം ഓർഡർ ചെയ്തു. പിന്നെ അവർ നല്ല ചൂട് വെള്ളമായിരുന്നു കുടിക്കാൻ കൊണ്ട് തന്നത്. ഇനിയിപ്പോൾ എത്ര വെയിലത്ത് വന്നതാണെങ്കിലും എനിക്ക് ചൂട് വെള്ളം കിട്ടുന്നതാണ് ഇഷ്ടം. ഹോട്ടലിലൊക്കെ കയറിയാൽ ഇങ്ങനെ ചെറിയ ചൂടുള്ള വെള്ളമല്ല, നല്ല ചൂടുള്ള വെള്ളം. ഇവർ നല്ല ചൂടുള്ള വെള്ളം കൊണ്ട് തന്നെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ ബിരിയാണി വന്നു, ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് സോ ഗുഡ്. എനിക്ക് നല്ല ഇഷ്ടമായി. ബീഫെല്ലാം ഭയങ്കര നല്ല ടെൻഡറായിരുന്നു, ഇങ്ങനെ പൊളിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്ന തരത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബീഫ് ബിരിയാണിയും അർജു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്ത സ്ഥിതിക്ക് എന്തായാലും ഞാൻ അതിൽ നിന്ന് കഴിച്ചു നോക്കുമല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കൻ ബിരിയാണിയുടെ റൈസാണ്. അത് വേറൊരു മസാലയാണ് തോന്നുന്നു, കുറച്ചുകൂടി നല്ല രസമായിട്ട് തോന്നി. ബീഫ് ബിരിയാണി മോശമാണെന്നല്ല, എന്നാലും കുറച്ചുകൂടി രസമുള്ളത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. പിന്നെ അവിടുത്തെ മിൻറ്റ് ചട്നി, അതെനിക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങളത് തീർന്നു പോയിട്ട് വീണ്ടും വാങ്ങി. എന്താലേ, ബിരിയാണി ഒരു മാജിക്കൽ ഫുഡല്ലേ. നമ്മൾ ഏതൊക്കെ ഫുഡിൻ്റെ ട്രെൻഡിൻ്റെ പിറകെ പോയാലും ലാസ്റ്റ് നമ്മൾ ബിരിയാണിയിലേക്ക് തിരിച്ചെത്തും. അതാണ് അതിൻ്റെ ഒരു രീതി, അതാണ് അതിൻ്റെ ഒരു മുഹബത്ത്. നല്ല ഫുഡ് കഴിച്ചാൽ നമ്മൾ നല്ല ഹാപ്പി ആവുമല്ലോ. അങ്ങനെ ഉഷാറായിട്ട് അടുത്തത് പോകുന്നത് ബ്ലൂ ഡയമണ്ട് മാളിലേക്കാണ്. നോമ്പിൻ്റെ എഫക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നു, ഇവിടെയും അത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും നല്ല സുഖമായിരുന്നു. ഫ്രെയിം എടുത്ത് നോക്കുമ്പോൾ ഞാൻ മാത്രം. ഈ മാള് വന്നിട്ടും അത്രയൊന്നും ആയില്ല, ഒരു കൊല്ലങ്ങാനായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് വന്ന സമയത്തൊന്നും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെയും എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. ഇവിടെയും കണ്ണാടി. ഇവിടെ കയറിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ണാടികളാണ്. ഇവിടെയുള്ള തൂണിലും തുരുമ്പിലും എല്ലാം കണ്ണാടിയാണ്. ഈ ഉച്ച സമയമായതുകൊണ്ട് പുറത്തിങ്ങനെ കറങ്ങി നടക്കാൻ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഇത് ഈ സമ്മർ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്കെല്ലാം ബീച്ച് പോകും, അതിന് എനിക്ക് സീനുമില്ല. ഇതിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് വേറെ വഴിയില്ല, വെയിൽ കൊണ്ടാൽ എനിക്ക് അത്യാവശ്യം തലവേദന വരും. അങ്ങനെ ഞങ്ങൾ വിക്രമിൻ്റെ വീരധീരസൂര സിനിമയ്ക്ക് കയറി. ദെൻ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി, നല്ല ആംബിയൻസ് ആയിരുന്നു. അവിടുന്ന് ഐസ്ക്രീം കഴിച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഹാപ്പി ഫുഡ് ഡാൻസിനെ പറ്റി അർജുന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് വെൻ വി ആർ ഈറ്റിംഗ് ഡെലീഷ്യസ് ഫുഡ് ഓർ ഫേവറേറ്റ് ഫുഡ്, അവർ ബ്രെയിൻ വിൽ റിലീസ് ഡോപ്പമൈൻ. അടുത്തത് പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ഇൻ കോഴിക്കോട് ടൗൺ, കോഴിക്കോടിൻ്റെ പുസ്തക വീഥി. അത് ഞാനിട്ട പേരാണ് കേട്ടോ. അതായത് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡിൽ ഒരു നേര ഫുള്ള് ഇങ്ങനെ ബുക്കുകളുടെ ഷോപ്പുകളാണ്. അവിടെ നല്ല വിലക്കുറവിലും 50% ഡിസ്കൗണ്ടിലും എല്ലാം ബുക്കുകൾ കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് ചില സ്റ്റോറുകളിൽ ബുക്ക് നമുക്ക് വിൽക്കുകയും ചെയ്യാം. നമ്മൾ യൂസ് ചെയ്ത ബുക്കൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കോ ഗൈഡൊക്കെ പോലെയുള്ളത്, അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാം ഒക്കെ ചെയ്യാം. ഇവിടുന്ന് ഞങ്ങൾ അധികവും ബുക്കുകൾ വാങ്ങാറുണ്ട്. പുസ്തകങ്ങളുമായി നമ്മൾ ഈ നടന്നു പോകുന്നത് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. എനിക്കറിയില്ല, അവിടെ എന്തോരം ക്രൗഡ് ഉണ്ടെങ്കിലും അവിടെ പോയിരുന്നാൽ ഭയങ്കര സമാധാനമാണ്. സ്ക്വയറിലേക്ക് വരാനും എളുപ്പമാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് നടക്കാനുള്ളൂ. തീരെ നടക്കാൻ വയ്യാന്നുള്ളവരാണെങ്കിൽ ഓട്ടോ വിളിച്ചൊരു മിനിമം ചാർജ് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ അവിടുന്ന് ഒരു ഉപ്പിലിട്ടതൊക്കെ വാങ്ങി ആ പുല്ലിലോ അവിടെയുള്ള ബെഞ്ചിലോ ഇങ്ങനെ ഇരുന്നാൽ മതി.
പണ്ട് എപ്പോഴോ ഇവിടെ കോഴിക്കോട് സംസ്ഥാന കലോത്സവം നടന്ന സമയത്ത് ഞാനിത് പത്രക്കട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ കോഴിക്കോട്ടുകാർ എല്ലാത്തിനെയും പിടിച്ച് ഉപ്പിലിടും, അത് പുറത്തുനിന്ന് വന്നവർക്ക് ഭയങ്കര കൗതുകമായി എന്നൊക്കെ. അങ്ങനെ ഇവിടെ പലതരം ഉപ്പിലിട്ടത് കിട്ടും കേട്ടോ. ഇങ്ങനെ എന്താ ക്യാരറ്റ്, ചൗ, നെല്ലിക്ക, പേരക്ക, അങ്ങനെ നമ്മളിന്ന് വാങ്ങിയത് പേരക്കയാണ്. അങ്ങനെ പേരക്ക കഴിച്ച് ഇങ്ങനെ നടക്കുക. വൈകുന്നേരം 3:30 മുതൽ 8 മണി വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഇപ്പം ഇവിടെ ഫുള്ളൊരു ഹരിതാഭ പച്ചപ്പ് വൈബല്ലേ ഉള്ളത്. ഇനി നമ്മൾ വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ ഹോൾ വൈബ് അങ്ങോട്ട് മാറും. ഈ മാനേജർ സ്ക്വയർ ഫുള്ള് വാം LED ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമുക്കൊരു വേറൊരു യൂണിവേഴ്സ് പോലെ തോന്നും. നല്ല ഭംഗിയാണ്. അപ്പോഴാണെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു സന്ധ്യാസമയമാകുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാൻ. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാമൂതിരി രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദേശീയ അന്തർദേശീയ കായിക വിനോദങ്ങൾ നടന്നിരുന്ന മൈതാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്നത്. വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ മാനാഞ്ചിറ സ്ക്വയറിനേക്കാളും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഇവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരുന്നു. ഫാമിലീസ് വരുന്നു, കപ്പിൾസ് വരുന്നു, കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ആൾക്കാർ വരുന്നു. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഈ ടൗണിൻ്റെ നടുവിലാണെങ്കിലും ടൗണിൻ്റെ ഒരു വേഗതയില്ലേ, അത് മാനാഞ്ചിറ സ്ക്വയറിനില്ല. മാനാഞ്ചിറ സ്ക്വയർ എപ്പോഴും ശാന്തമാണ്. പിന്നെ ഞങ്ങൾ ഈ ചിറക്കരികിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് കൗതുകമുള്ളൊരു കാര്യം കണ്ടു. അതായത് അവിടെയുള്ള ഗ്രില്ലിൻ്റെ മുകളിൽ ചില കപ്പിൾസ് ലവ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ പാഡ് ലോക്കിൻ്റെ മുകളിൽ കപ്പിൾസ് അവരുടെ പേരോ ഇനീഷ്യലോ എഴുതി ലോക്ക് ചെയ്ത് കീ കളയുന്ന രീതിയാണ് ഈ ലവ് ലോക്ക് എന്ന് വെച്ചാൽ. ഇത് ശരിക്കും ലോകമഹായുദ്ധ കാലത്ത് സെർബിയയിൽ ഒറിജിനേറ്റ് ചെയ്തൊരു ട്രഡീഷനായിരുന്നു. പിന്നെ ഇത് റോമിലേക്ക് വന്നു, റോമിൽ നിന്ന് പാരീസിലേക്ക് വന്നു. പാരീസ് ആയിരുന്നു ഇതിൻ്റെ മെയിൻ സ്ഥലം. പ്രോമിസ് ബ്രിഡ്ജെല്ലാം ഉള്ളത് പാരീസിലല്ലേ. പിന്നെ ഇത് എപ്പോഴോ ഇതാ ഇവിടെ മാനാഞ്ചിറയിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ പല സ്ഥലത്തും പല നാഷണലിസ്റ്റിൻ്റെയും പേര് വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ, പലരുടേതും ഉണ്ട്. പിന്നെ ഇങ്ങനെ നടന്നു വന്നാൽ ചില സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിലൂടെ പണ്ട് വെള്ളം വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ. പക്ഷെ ഇപ്പോഴൊന്നും അതിൻ്റെ മെയിൻ്റനൻസ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള പല സ്ട്രക്ചറും കണ്ടു. പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളത്. ഒരുപാട് നല്ല കലാകാരന്മാരുടെ നല്ല ശില്പങ്ങളും നമുക്കിവിടെ കാണാം. 3.49 ഏക്കർ വിസ്തൃതിയുള്ള ചതുരാകൃതിയിലുള്ള ഈ കുളം നിർമ്മിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. അതായത് രാജമാനവിക്രമൻ അഥവാ മാനവേദൻ്റെ കാലഘട്ടത്തിൽ. അന്ന് കൊയിലാണ്ടിയിൽ നിന്നും കോഴിക്കോടേക്ക് തലസ്ഥാനം മാറ്റുന്ന സമയത്ത് 2 കൊട്ടാരങ്ങൾ പണി കഴിപ്പിച്ചു. ആ കൊട്ടാരങ്ങൾ പണി കഴിപ്പിക്കാൻ വേണ്ടി എടുത്ത മണ്ണ് നിന്നിരുന്ന സ്ഥലത്ത് ഒരു വലിയൊരു കുഴി രൂപപ്പെട്ടു. നമ്മളിങ്ങനെ മണ്ണെടുത്തിട്ട് അവിടെ ഒരു കുഴി രൂപപ്പെടില്ലേ, ഒരു സ്ഥലം, അത് പിന്നീട് ചിറയാക്കി മാറ്റി. അന്ന് രാജാക്കന്മാരും അദ്ദേഹത്തിൻ്റെ അനുയായികളും എല്ലാം കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കെല്ലാം ഈ വെള്ളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ടിപ്പു സുൽത്താൻ ഇവിടെയുള്ള കുളി അങ്ങോട്ട് നിർത്തി. പിന്നീട് ഇത് കുടിവെള്ളത്തിനായി ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടായപ്പോൾ ഇത് തീർത്തും കോഴിക്കോടിൻ്റെ കുടിവെള്ള സ്രോതസ്സായിട്ട് മാറി. അങ്ങനെയാണ് മാനവേദൻ ചിറ മാനാഞ്ചിറയായത്. നമുക്ക് ഈ ചരിത്രമെല്ലാം പരിശോധിച്ചാൽ അറിയാം, പലപ്പോഴും നഗരങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് ഒരു ജലസ്രോതസ്സിന് ചുറ്റുമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പല പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും ഈ മാനാഞ്ചിറ സ്ക്വയറിന് ചുറ്റുമാണ്. അതായത് DIG ഓഫീസ്, സ്കൂള്, CSI ചർച്ച്, പട്ടാളപ്പള്ളി, ഹോസ്പിറ്റൽ, ലൈബ്രറി, വിക്ടോറിയ മെമ്മോറിയൽ ഹാള്, ടീച്ചർ ട്രെയിനിങ് കോളേജ്, PWD, ആദായ നികുതി, എക്സൈസ്, അങ്ങനെയുള്ളതെല്ലാം ഈ സ്ക്വയറിൻ്റെ ചുറ്റുവട്ടത്തിലാണ്. അതായത് കോഴിക്കോട് നഗരം വളർന്നു വന്നിട്ടുള്ളത് മാനാഞ്ചിറ സ്ക്വയറിന് ചുറ്റുമാണെന്ന് പറയാം. മാനാഞ്ചിറ സ്ക്വയർ കഴിഞ്ഞാൽ പിന്നെ SM സ്ട്രീറ്റ്, കോഴിക്കോടിൻ്റെ മിഠായി തെരുവ്. പണ്ട് സാമൂതിരി രാജാക്കന്മാരുടെ കാലത്ത് അവർ ഗുജറാത്തി വ്യാപാരികളെ കച്ചവടം ചെയ്യാനായിട്ട് കോഴിക്കോടേക്ക് ക്ഷണിച്ചു. എന്നിട്ട് കോട്ടയ്ക്ക് പുറത്ത് അതിനുള്ള സൗകര്യം ഒരുക്കി. ആ ഗുജറാത്തി വ്യാപാരികൾ ഇവിടെ മധുരപലഹാരങ്ങൾ വിൽക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സ്ട്രീറ്റിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് അഥവാ SM സ്ട്രീറ്റ് എന്നുള്ള പേര് വന്നത്. ഇത് കോഴിക്കോടിൻ്റെ ഒരു ജഗബോഗ വാണിജ്യ കേന്ദ്രമാണെന്ന് പറയാം. ഭക്ഷണങ്ങളും തുണിത്തരങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും ഉഷാറാണ്. SM സ്ട്രീറ്റ് എപ്പോഴും ലൈവാണ്.
നമ്മളിപ്പോൾ പോകുന്നത് കലന്തൻസ് കൂൾ ബാറിലേക്കാണ്. കലന്തൻസ് എന്നുള്ളത് ഒരാളുടെ പേരാണ്, കലന്തൻസ് കോയ. അദ്ദേഹത്തിന് പണ്ട് ഒരു ജ്യൂസ് കടയുണ്ടായിരുന്നു. അന്ന് കോയയുടെ ജ്യൂസ് കടയ്ക്കരിയിൽ ഷാർജ കപ്പ് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നയാൾ ജ്യൂസ് ചോദിച്ചപ്പോൾ ഞാലിപ്പൂവൻ പഴവും തണുപ്പിച്ച പാലും പഞ്ചസാരയും ചേർത്ത് കലന്തൻസ് കോയ ജ്യൂസ് കൊടുത്തു അത്രേ. പേര് ചോദിച്ചപ്പോൾ ഷാർജ ഷെയ്ഖ് എന്ന് കോയ മറുപടി നൽകി. ഷാർജ കപ്പ് ആണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഷാർജ ഷെയ്ഖ് എന്നൊരു പേരങ്ങോട്ട് ഇട്ടു. അവിടെ നിന്നാണ് ഷാർജ ഷെയ്ഖിൻ്റെ ഉത്ഭവമെന്ന് കോഴിക്കോടൻ ചരിത്രം പറയുന്നു. ഷാർജ ഷെയ്ഖ് കോഴിക്കോടും മലബാറും കടന്ന് തൃശ്ശൂരും കൊച്ചിയും വരെ കീഴടക്കി. അവസാനം ഷാർജയിൽ വരെ എത്തി. അവരുടെ പേരുള്ള ഈ വിഭവത്തിൻ്റെ ഉത്ഭവം അങ്ങ് ദൂരെ മലബാറുകളുടെ നാട്ടിലാണെന്ന് ഷാർജക്കാർ അറിയുന്നുണ്ടോ ആവോ. നമ്മൾ നേരത്തെ കുറച്ച് ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഇനി കുറച്ച് സയൻസ് ആയാലോ. അതായത് നമ്മൾ ഈ കടലിനെ കാണുന്നതും കടലിൻ്റെ തിരമാലകളുടെ ശബ്ദം കേൾക്കുന്നതെല്ലാം നമ്മുടെ ബോഡീനെയും മൈൻഡിനെയും കാമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കടൽ നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. ഈ നെർവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അത് നമ്മുടെ ബോഡീനെ റിലാക്സ് ആക്കാനുള്ളതാണ്. അതായത് സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോളിനെല്ലാം കുറയ്ക്കും, ഒരു നോർമൽ ലെവലിലേക്ക് എത്തിക്കും. അതുപോലെ ഹാർട്ട് ബീറ്റിന് നോർമൽ ലെവലിലേക്ക് എത്തിക്കുക, നമ്മളെ റിലാക്സ് ആക്കുക, നമ്മളെ ബോഡീനെയും മൈൻഡിനെയും റിലാക്സ് ആക്കുക. അതിനുള്ളതാണ് ഈ സിസ്റ്റം. മാത്രമല്ല ഈ വേവ്സിന് ബ്രെയിൻ വേവ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. നമുക്കറിയാം, നമ്മൾ കടലിനെ കണ്ടാൽ യാതൊരു എഫേർട്ടും ഇല്ലാതെ നമ്മൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്ന് പോകും. അങ്ങനെ നോക്കി നിൽക്കുമ്പം നമ്മൾ ഓവർലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ഒന്ന് പോസാവും, ഒന്ന് റെസ്റ്റ് എടുക്കും. അതായത് ബ്രെയിൻ ഒരു പണി എടുക്കാതെ ചുമ്മാ ഇരിക്കുമെന്നല്ല, ഒരു ഏകദേശം മെഡിറ്റേഷൻ ലെവലിൽ നമ്മളെ ബ്രെയിൻ എത്തും. മാത്രമല്ല സെറട്ടോണിൻ, ഡോപ്പമിൻ തുടങ്ങിയ മൂഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോൺസ് സെക്രീറ്റ് ആവുകയും ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ, the vastness of the ocean reminds us to pause, breathe and just be. ദെൻ അവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. പോവണം എന്നുണ്ടായിരുന്നു, പക്ഷേ വേറൊരു ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ നടക്കുകയാണ്, അവിടെ കടൽ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ കുറേ പേര് പട്ടം പറപ്പിക്കുന്നുണ്ടായിരുന്നു, അവിടെ കുതിര ഉണ്ടായിരുന്നു. ദെൻ അവിടെ ഹോട്ട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിരുന്ന, ഞാൻ അത്ര ചോക്ലേറ്റ് ഫാൻ അല്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല. ഞാൻ ഐസരത്തി ഫാനാണ്. എപ്പോൾ ബീച്ചിൽ പോയാലും എനിക്ക് ഐസരത്തി വേണം. മിക്സഡ് ആണ് എൻ്റെ ഫേവറേറ്റ്. എരിവും വേണം, മധുരം വേണം, ആ സാധനം. അത് തിന്നുകൊണ്ട് ഇങ്ങനെ നടക്കണം, അതാണ് സുഖം. പിന്നെ ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്. നമുക്ക് ഓരോന്ന് കാണുമ്പോഴും ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ടല്ലോ അങ്ങനെ തോന്നും. അങ്ങനെയുള്ള ഒരുപാട് ശില്പങ്ങൾ. പിന്നെ കോഴിക്കോട് ശില്പനഗരമാണല്ലോ. പിന്നെ ബീച്ചിൻ്റെ ഈ സൈഡിലേക്ക് വന്നാൽ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ അവിടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. ഇത് പെയിൻറ്റ് ചെയ്ത സമയത്ത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ കളർ ഇങ്ങനെ ഡിമ്മായി തുടങ്ങി. അവിടെ പലരും നോമ്പ് തുറക്കുന്നതും അങ്ങനെയെല്ലാം കണ്ടു. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ നമ്മൾ കൂന്തൽ നിറച്ചതോടു കൂടിയാണ് അവസാനിപ്പിച്ചത്. ഈ സാധനം ഏതോ കാലം ട്രെൻഡിങ് ആയതാണ്, പക്ഷേ ട്രെൻഡിങ് ആയ സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇന്നാണിത് എനിക്ക് കഴിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയത്. ആക്ച്വലി നമ്മൾ ബീച്ചിൻ്റെ സൈഡിലുള്ള റോഡിൽ ഒരു 5 മിനിറ്റൊക്കെ കാത്തുനിന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ കിട്ടും. പക്ഷേ എനിക്കും അർജുനെ നടക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടം ഇങ്ങനെ രാത്രി നടക്കാൻ, നല്ല രസമല്ലേ. അപ്പോൾ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത യാത്രയിൽ കാണാം. ബൈ.